10 ദിവസം കൊണ്ടൊക്കെ 100 കോടി കളക്ഷൻ നേടുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. അത് നല്ലൊരു മൂവിക്ക് മാത്രമേ, മൗത്ത് ടോക്കിംഗ് കൂടുതലായിട്ടുള്ള ഒരു മൂവിക്ക് മാത്രമേ അങ്ങനത്തെ കളക്ഷൻ നേടാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ രജനീകാന്ത്, വിജയ് എന്നിവരൊക്കെ ആയിരുന്നു ഈ 100 കോടി അല്ലെങ്കിൽ അതൊരു കളക്ഷൻ ഫസ്റ്റ് ഡേ തന്നെ അവർ മറികടക്കും. അവരുടെ സ്റ്റാർ വാല്യൂ എത്രയാണ്. പക്ഷെ ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശിവകാർത്തികേയൻ വന്നിട്ടുണ്ട് തമിഴിൽ. അത് ശിവകാർത്തികേയൻ്റെ അത്രയും പോലും ഹിറ്റ് അടിക്കാൻ സൂര്യയ്ക്കോ ബാക്കിയുള്ള യുവ നടന്മാർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല. മീൻസ് വിജയ് ആണെങ്കിൽ ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് പോവുകയും ചെയ്തു. ശിവകാർത്തികേയനെ ഓർത്ത് ആർക്കും ശിവകാർത്തികേയൻ്റെ പുറകിൽ ആരുമില്ല, ഒരു കോമ്പറ്റീറ്ററായിട്ട് ആരുമില്ല എന്നുള്ള സമയത്താണ് ചിന്തിക്കാത്ത രീതിയിൽ ഡ്രാഗൺ എന്ന് പറഞ്ഞ പുതിയ മൂവി ഇറങ്ങുന്നുണ്ട്. 10 ഡേയ്സ് കൊണ്ട് 100 crore അടിച്ചു. 100 കോടി 10 ദിവസം കൊണ്ടാണ് അടിച്ചത് ആ ചെറിയ പയ്യൻ. കണ്ടാൽ ലുക്കൊക്കെ ഉള്ള ധനുഷിനെ പോലെ ഇരിക്കും. പ്രദീപ് രംഗനാഥ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുതിയ ഡ്രാഗൺ എന്ന് പറഞ്ഞ മൂവി തമിഴിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല അസൽ മൂവിയാണ്, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മൂവിയാണ്. പക്ഷെ വലിയ കഥയോ വലിയ ആർഭാടങ്ങളോ ഒന്നുമില്ല. പക്ഷെ എടുത്തിരിക്കുന്ന കണ്ടന്റ് എല്ലാം നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, പിന്നെ കൂടുതലും മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് ഈ മൂവി 100 ഡേയ്സ് കൊണ്ട് അല്ലെങ്കിൽ 10 ഡേയ്സ് കൊണ്ട് 100 crore അടിച്ചിരിക്കുന്നത്. അത് മെഗാ ഹിറ്റിലേക്കാണ് പോയിരിക്കുന്നത്.